KJ കുട്ടീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ നാട്ടിൽ ചില വിഷയങ്ങൾ നടക്കുന്നു. നമ്മുടെ കൊച്ചു കുട്ടികൾ, പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വരെ അതിൽ പ്രതികരിക്കുന്നത് മൂലം നല്ലതായി പര്യവസാനിക്കേണ്ടുന്ന വിഷയങ്ങൾ വളരെ മോശമായി പര്യവസാനിക്കുന്നു. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ പലപ്പോഴും അറിയപ്പെടുന്ന വ്യക്തികളുടെ പ്രശ്നങ്ങൾ മാത്രമേ ഇടപെടാറുള്ളൂ. എന്നാൽ നാട്ടിൽ അറിയപ്പെടാത്ത പാവങ്ങളുടെ പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. ആരും തന്നെ അത് ശ്രദ്ധിക്കുന്നില്ല. ശ്രദ്ധിക്കപ്പെടാത്തത് മൂലം അത് വളരെ നല്ല രീതിയിൽ പര്യവസാനിക്കുന്നുണ്ട്. ഒരു ഉദാഹരണത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കൊല്ലം ജില്ലയിൽ പത്തനാപുരത്ത് ഒരു സംഭവം ഉണ്ടായി. ഒരു ടിപ്പർ ഡ്രൈവർ, അല്ലെങ്കിൽ ഒരു ലോറി മുതലാളി എന്ന് തന്നെ പറയാം. ലോറി മുതലാളി എന്ന് പറയുമ്പോൾ ഒരു തൊഴിലാളിയിൽ നിന്നും വളർന്നു വന്ന, ഈ ലോറി മൂലം ഉപജീവനം നടത്തുന്ന ഒരു മുതലാളിക്കം തൊഴിലാളി. അദ്ദേഹത്തിൻ്റെ വാഹനം പാറ കടത്തിക്കൊണ്ട് പോകുമ്പോൾ, പാറ ലോഡ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഓവർലോഡ് ആണ് എന്ന കാരണത്താൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അദ്ദേഹത്തിൻ്റെ വാഹനം പിടിച്ചെടുക്കുകയും പിഴ ഈടാക്കുകയും ചെയ്തു. എന്നാൽ സ്ഥിരമായി ഇദ്ദേഹത്തിൻ്റെ വാഹനം പിടിച്ചെടുക്കുകയും സ്ഥിരമായി പിഴ ഈടാക്കുകയും ചെയ്യുന്നു. ഒരു ലോറിയുടെ വീഴുന്ന പിഴ എന്ന് പറഞ്ഞാൽ 10,000 മുതൽ 25,000 രൂപ വരെയുള്ള പിഴയാണ് ഇദ്ദേഹത്തിന് കിട്ടുന്നത്. ഇത് നമ്മുടെ ബൈക്കിനോ കാറിനൊക്കെ 500 രൂപ പിഴ നമുക്ക് ചിലപ്പോൾ ഒരു മാസത്തിൽ ഒരിക്കൽ കിട്ടുമ്പോൾ സഹിക്കാൻ പറ്റും. പക്ഷേ ദിവസേന ഇത്രയും വലിയ തുക എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് താങ്ങാൻ പറ്റുന്നതല്ല. ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ലോറിയിൽ ഓവർലോഡാണ്. അതായത് ഈ വാഹനം ഓടിക്കുന്ന ഈ ലോറിയുടെ മുതലാളി അല്ലെങ്കിൽ ഈ ഡ്രൈവർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാഹനം ഓവർലോഡ് തന്നെയാണ്. എന്താണ് പ്രശ്നം വെച്ചാൽ, പാറ ക്രഷറിൽ നിന്ന് എടുക്കുന്ന പാറ ക്രഷറിൽ നിന്നും ഒരു കാരണവശാലും ഇതിൻ്റെ വെയിറ്റ് നോക്കാൻ വേ ബ്രിഡ്ജ് എവിടെയെങ്കിലും ഉണ്ടാവില്ല. ഇത് എടുത്ത് അടുത്തൊരു ലൊക്കേഷനിലേക്ക് വരുമ്പോൾ, വേ ബ്രിഡ്ജിൻ്റെ സ്ഥലത്തേക്ക് വരുമ്പോൾ പോലീസ് പൊക്കാം. പിന്നെ ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് ആ കുറച്ച് കാര്യങ്ങളൊക്കെ കാണുന്ന വീടാണ് എൻ്റേത്. ഇടിഞ്ഞു പൊളിഞ്ഞ ഈ വീട് വെച്ചാണ് ഞാൻ പണയപ്പെടുത്തി വാഹനം എടുത്തത്. എനിക്ക് ഡ്രൈവിംഗ് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഉപജീവനത്തിന് വേണ്ടി ഈ വാഹനം തിരഞ്ഞെടുത്തത്. അപ്പോൾ എൻ്റെ മക്കളെയും എൻ്റെ കുടുംബത്തിനെയും എല്ലാം പോറ്റുന്നത് ഞാൻ ഈ കൊണ്ടുവരുന്ന വരുമാനത്തിൽ നിന്നാണ്. പിന്നെ ഈ പാറമടയിൽ ആഴ്ചയിൽ 3 ദിവസമേ ഉള്ളൂ പണി. അന്ന് തൊട്ട് വണ്ടിയെടുത്ത കാലം തൊട്ട് 2,000 3,000 രൂപയും 5,000 രൂപയും വെഹിക്കിൾമാർ പിടിക്കുന്നുണ്ട്. അങ്ങനെ അടച്ച് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ കോവിഡിന് തൊട്ട് മുമ്പേ എന്നെ പിടിച്ച് 26,500 രൂപ അടിച്ചു. അത് കഴിഞ്ഞ് ഒരു 10 ദിവസം കഴിഞ്ഞില്ല 20,000 രൂപ അടിച്ചു. അത് കഴിഞ്ഞ് ലോക്ക്ഡൗൺ ആയിപ്പോയി. ഇപ്പം ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് വണ്ടി ഇറങ്ങിയപ്പോൾ കൊല്ലം വെഹിക്കിൾ പിടിച്ച് 25,000 രൂപ അടിച്ച് 4 ദിവസത്തിന് മുമ്പേ. അത് കഴിഞ്ഞാണ് പത്തനാപുരം വെഹിക്കിൾ വിനോദ് സാറ് ഇതുപോലെ വണ്ടി പിടിച്ചു എന്നെ പിടിച്ച്. അപ്പം ഞാൻ എൻ്റെ അവസ്ഥകളെല്ലാം പറഞ്ഞു. ഇതുപോലെ ഞാൻ ഉപജീവന മാർഗത്തിന് വേണ്ടി ഇതുകൊണ്ട് ഇറങ്ങിയതാണ് എന്നെല്ലാം പറഞ്ഞപ്പോൾ പുള്ളി അപമര്യാദയായിട്ട് ഒരുപാട് കാര്യങ്ങൾ എന്നോട് സംസാരിച്ചു. ഞാൻ അന്നേരം ചോദിച്ചു, സാറേ ഞാൻ ആരെയും കൊന്നിട്ട് വന്നതല്ല, ഞാനൊരു വാഹനം ഓടിച്ചുകൊണ്ട് വന്നതുകൊണ്ടാണോ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നീ എന്നോട് കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ല, അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വണ്ടി എടുത്തുകൊണ്ട് ബേബ്രിഡ്ജിൻ്റെ അകത്തോട്ട് പോകുന്നത്. അങ്ങനെയാണ് പുള്ളി ബേബ്രിഡ്ജിൻ്റെ അകത്ത് എടുത്തുകൊണ്ട് പോകുന്നത്. പത്തനാപുരത്ത് നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് മഞ്ചള്ളൂർ ബാറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് അദ്ദേഹം ബേബ്രിഡ്ജെ കയറ്റി അതിൻ്റെ സൈഡിലെ ബാരിക്കേഡിൻ്റെ മണ്ടയ്ക്കൂടാണ് വണ്ടി കയറ്റുന്നത്. എൻ്റെ വണ്ടിയുടെ ടയർ സൈഡിലെ ഇടത്ത് സൈഡിലെ 3 സൈഡ് ടയർ അത് മൊത്തം ഉരച്ച് കീറി. 2 ദിവസത്തിന് മുമ്പെയാണ് ഞാൻ ഈ 2 ടയർ പുത്തൻ ടയർ വാങ്ങിക്കുന്നത് 40,000 രൂപ കൊടുത്ത്. ആ ടയർ മൊത്തം നശിപ്പിച്ച് വണ്ടി ആകെ നശിപ്പിച്ച് ഇതാക്കി കളഞ്ഞു. ഓവർലോഡ് എന്ന് പറയുമ്പോൾ എനിക്ക് കമ്പനിയിൽ നിന്ന് കൊണ്ടുവന്ന ബോഡിയാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അത് എക്സ്ട്രാ ബോഡി ഞാൻ ഒന്നും വെച്ചിട്ടില്ല. ഇപ്പോൾ പാറമടയിലായാലും ക്രഷറുകളിലായാലും എങ്ങും ബേവറേജില്ല. അപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് പോകുമ്പം ഈ ലോഡ് ബോഡി ലെവൽ കൊണ്ടു ചെന്നില്ലെങ്കിൽ ക്രഷറുകാരായാലും കസ്റ്റമർ ആയാലും ഇതുപോലെ ബോഡി ലെവൽ കൊണ്ടു ചെല്ലുമ്പോൾ അവർ പറയും 2 കല്ലൂടെ കൂടുതൽ ഇട്ടുകൊണ്ട് തരണേ എന്ന് പറയും. അല്ലെങ്കിൽ എന്നെ നാളെ വിളിക്കത്തില്ല. അന്നേരം ആ അവസ്ഥയിൽ ഞാൻ മാത്രം പാസിംഗ് ലോഡ് ഓടണമെന്ന് പറയുമ്പോൾ എനിക്ക് ഇവിടുന്ന് ലോഡ് എടുത്തുകൊണ്ട് പോയി പത്തനാപുരത്ത് ബേവറേജിൽ തൂക്കാൻ പറ്റത്തില്ല. ഞാൻ പോകുമ്പം ഇതുപോലെ വേറെ വണ്ടികളും പല വണ്ടികളും മുതലാളിമാരുടെ വണ്ടികൾ വരുന്നുണ്ട്, കൺസ്ട്രക്ഷൻ വണ്ടികളും അങ്ങനെ പല വണ്ടികൾ വരുന്നുണ്ട്. അവരെ ആരെയും പിടിക്കുന്നില്ല. എന്നെ മാത്രം തിരഞ്ഞ് ടാർഗറ്റ് ചെയ്ത് പിടിക്കുക. എനിക്ക് അറിയത്തില്ല, ഞാൻ ആരെയും ഉപദ്രവിക്കാൻ പോയിട്ടില്ല. ഞാൻ ഉപജീവന മാർഗത്തിന് വേണ്ടി ഇറങ്ങിയതാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത മരണത്തിലേക്ക് പോകേണ്ട ഒരവസ്ഥയിൽ നിൽക്കുക. എൻ്റെ CCകളും മുടങ്ങി വീടിൻ്റെ ആകെ ഇതെല്ലാം സമനില തെറ്റി നിൽക്കുക. ഞാൻ എന്ത് ചെയ്യണം? നിരന്തരം വെഹിക്കിൾമാർ ഇതുപോലെ എൻ്റെ വാഹനം പിടിച്ച് വെറ്റിയടിക്കുന്നത് കാരണം എൻ്റെ വാഹനത്തിൻ്റെ CC കാര്യങ്ങളെല്ലാം മുടങ്ങി കിടക്കുകയാണ്. ഇത് കൊണ്ട് ഇനി ഉപജീവന മാർഗം കഴിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ കുടുംബവും ഞാനും ആത്മഹത്യയുടെ വക്കിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യണം എന്ന് എനിക്കറിയത്തില്ല.
കേട്ടില്ലേ? ഇങ്ങനെയാണ്. ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇവർ ഈ വാഹനം ഓടിക്കുന്നത്. പക്ഷേ ഇവരെന്താണ് ചെയ്തത്? കൊട്ടിഘോഷിച്ചില്ല, ആരെയും അറിയിച്ചില്ല. അറിയിക്കേണ്ടവരെ കൃത്യമായ കാര്യങ്ങൾ അറിയിച്ചു. എങ്ങനെയാണ് അറിയിച്ചത് നോക്കാം. ഇതിൻ്റെ അകത്ത് ഞാൻ വിളിച്ചത്, ഹലോ, എന്താണ് ഈ പത്തനാപുരത്ത് ടിപ്പർ പിടിച്ചുകൊണ്ട് പോയിട്ട് കൊട്ടാരക്കര ഇട്ടേക്കുന്നു എന്നൊക്കെ പറഞ്ഞു തന്നെ. അല്ല, രണ്ട് ദിവസമായി പാറ പോകുന്ന വണ്ടിക്കകത്ത് ഓവർലോഡ് പിടിക്കാൻ നിന്നാൽ പിന്നെ അതിൻ്റെ സമയം കാണും. എന്നിട്ട് ആ വണ്ടി എടുത്ത് അതിൻ്റെ ടയറൊക്കെ പൊട്ടിച്ച് എൻ്റെ ഫോട്ടോ കാണിക്കുന്നുണ്ടല്ലോ. ഞാൻ മന്ത്രിക്ക് പരാതി എഴുതി തരാം, അവർ മന്ത്രിക്ക് പരാതി എഴുതി തരാൻ പറഞ്ഞിരിക്കുകയാണ്. തിങ്കളാഴ്ച മന്ത്രിക്ക് കൊടുത്ത് ആക്ഷൻ വരും. അതെന്ന് വെച്ചാൽ അത് എന്തിനാ വണ്ടി കൊട്ടാരക്കര കൊണ്ടിട്ടത്? ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്താൽ മതി. ഇവിടുന്ന് പിടിച്ച വണ്ടി, ഈ വണ്ടി MBA വണ്ടി എടുത്ത് ഓടിക്കുന്നതൊക്കെ ശരിയാണോ? എടുത്തുകൊണ്ട് പോകുന്നതൊക്കെ ശരിയാണോ? അങ്ങനെ വകുപ്പുണ്ടോ? MBA അയാളുടെ വണ്ടി ഓടിച്ച് തിന്നതിനൊക്കെ നിയമത്തിൻ്റെ വ്യവസ്ഥയുണ്ടോ? എനിക്ക് അറിഞ്ഞാത്തോണ്ട് ചോദിച്ചാൽ ഉണ്ടോ അങ്ങനെ? അയാളുടെ വണ്ടി എടുത്തുകൊണ്ട് ഇവിടെ ടയറൊക്കെ പൊട്ടിച്ചിരിക്കുന്നല്ലോ, അതിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. മാത്രമല്ല, ഈ ഉദ്യോഗസ്ഥൻ ആ മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ ജാതി പറഞ്ഞ് ചീത്ത പറയുന്നത് ശരിയാണോ? അതുകൊണ്ട് പോലീസിൽ ഇപ്പോൾ DYSPക്ക് പരാതി വന്നിരിക്കുക. എന്താണ് ഇതിനൊരു പരിഹാരം? ഏതായാലും വണ്ടി വിട്ടുകൊടുക്കാൻ പറയും. എന്തിനാണ് വണ്ടി പിടിച്ചുകൊണ്ട് അവിടെ ഇട്ടിരിക്കുന്ന ഒരു കാര്യം? ടയർ പൊട്ടിത്തെറിക്കുക. അല്ല, അയാൾക്ക് 25,000 രൂപ ആദ്യം ഫൈൻ അടച്ചു, അത് അയാൾ കൊണ്ടടച്ചു. അത് വീണ്ടും ഇപ്പോൾ 35,000 രൂപ. എല്ലാ ദിവസവും അങ്ങനെ ആളുകളെ ഉപദ്രവം. അത് പട്ടിണിയും പരിവട്ടമായിട്ട് മനുഷ്യൻ കുറവായിട്ടൊന്ന് അറിയിക്കുകയില്ല. നമ്മൾ അങ്ങനെ ഉപദ്രവിച്ചാൽ കൊള്ളാം. ഇതൊക്കെ നിയമസഭയിൽ ഉന്നയിക്കപ്പെട്ട മുഖ്യമന്ത്രി ശകാരിക്കത്തില്ല. മോശമല്ലേ ഇതൊക്കെ? അങ്ങനെയൊക്കെ ചെയ്യാമോ? ഈ കൊറോണ കാലത്ത് എങ്ങനെയെങ്കിലും ഓരോരുത്തർ ജീവിച്ചു പോട്ടെന്ന് ഇരിക്കുന്നു. ഈ പാറ അയാളുടെ വീട്ടിൽ കൊണ്ടല്ല, അവരുടെ ഡ്രൈവർ മാത്രമല്ല, അയാൾ ജീവിക്കണ്ടേ? ലോക്ക്ഡൗൺ പറയുമ്പോൾ എല്ലാം പൂട്ടിയിട്ടേക്കാം. നമ്മൾ മോശമല്ലേ? അങ്ങനെ ലോക്ക്ഡൗൺ പിൻവലിച്ച് കൊടുക്കുമ്പോൾ പാറ കൊണ്ടുപോകാൻ അനുവാദം സർക്കാർ കൊടുക്കുമ്പോൾ അതിങ്ങനെ ഉപദ്രവിച്ചാൽ കൊള്ളാം. നിങ്ങൾക്ക് വല്ല ടാർഗറ്റ് വല്ലതും ഉണ്ടോ? ഇത്രയും പൈസ പിടിക്കണമെന്നുണ്ടോ? അങ്ങനെ വല്ലതും ഉണ്ടോ? അല്ല, ഇയാളെ പിടിച്ച് ഒരു ദിവസം അടിച്ചു, കൊല്ലം നിന്ന് RTO അടിച്ചു, രണ്ടാമത് പത്തനാപുരത്ത് അടിക്കുക, അത് എടുത്തുകൊണ്ട് പോയി. ഇത്രയും ഒരു അഗ്രസീവായിട്ടുള്ള ഒരു ഉപദ്രവം വേണം ആളുകളോട്. അല്ല, അത്രയും ഒരു അഗ്രസീവ്നെസ് യാദൃശ്യമായിട്ട് തന്നെ ഒരാളെ വിളിക്കാം, ഫൈൻ അടിക്കാം, രസീത് എഴുതി കൊടുത്ത് വിടാം. പക്ഷേ അതിന് പകരം വണ്ടി എടുത്തുകൊണ്ട് ബ്രിഡ്ജിൽ പോകുക, അതൊക്കെ മോശമല്ലേ? അതൊക്കെ കഷ്ടമല്ലേ? അവർ ജീവിക്കണ്ടേ മനുഷ്യനിപ്പോൾ? ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അറിഞ്ഞുകൂടി. ആ വണ്ടി വിട്ടുകൊടുക്കാൻ പറയും, എന്നിട്ട് കൊട്ടാരക്കരയെ കൊണ്ടിട്ടേക്ക വണ്ടി. അതെന്താ അവിടെ കൊണ്ടിട്ട് ഓരോ വണ്ടിയോ? ഇപ്പം ദിവസം കഴിയുന്നതോടെ അയാളുടെ ടയർ പിടിതീരും. അയാൾ കോടതിയിൽ പോയാൽ ബഹുമാനപ്പെട്ട കോടതി ടയർ വാങ്ങി കൊടുക്കാൻ പറയും. അതിന് ഉത്തരവാദിത്തം ആര് വഹിക്കും? പാറ കയറ്റി നിൽക്കുന്ന വണ്ടിയാണ്. അതൊന്ന് പരിഹരിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ പരിഹരിച്ചോട്ടെ, കേട്ടോ? അവരും ജീവിക്കണ്ടേ? അവർ പോട്ട് ജീവിച്ചോണ്ട് പോട്ട്, കേട്ടോ? ഒന്ന് അത് പരിഹരിച്ച് കൊടുത്താട്ടെ. ഈ പിന്നെ MBAക്ക് ഇച്ചിരി എടുത്ത് കേട്ടോ കൊണ്ട് നല്ലതല്ലത്. പാവങ്ങളോടല്ലല്ലോ പരാക്രമം. അതിൻ്റെ ഫലങ്ങൾ അവരവരനുഭവിക്കും. ശരിയെന്നാൽ ഒന്ന് പരിഹരിച്ച് കൊടുത്താട്ടോ, പ്രശ്നം പരിഹരിച്ച് വണ്ടി അവർ കൊണ്ടുപോകും. ഇനി അയാളെ പൈസയൊന്നും അടയ്ക്കാൻ പൈസ അടയ്ക്കാൻ നിവൃത്തിയില്ലെങ്കിൽ ഇവിടെ കിടക്കാനില്ല. 35,000 25,000 രൂപ കഴിഞ്ഞ ആഴ്ച അടച്ചു. വണ്ടി കൊടുത്താൽ എന്ത് വരുമാനം കിട്ടും? ഈ ലോഡ് കൊണ്ടിറക്കി കൊടുത്താൽ പാറക്കാർ പൊട്ടിക്കുന്ന കോറിക്കാർക്ക് പൈസ കിട്ടുന്നല്ലാതെ ഇയാൾക്കെന്താ കിട്ടും? ഇയാൾക്കാരുടെ കൂലിയല്ലേ കിട്ടത്തുള്ളൂ. പിന്നെ ഇവിടെ നടക്കാം. അതെ, പത്തനാപുരം MLA അറിയിച്ചു. പത്തനാപുരം MLA പറ്റി പറയുകയാണെങ്കിൽ, ഒരു നാട്ടിൽ എന്ത് വിഷയമുണ്ടെങ്കിലും ആ വിഷയത്തെ കൃത്യമായ രീതിയിൽ ഇടപെടുന്ന ഒരു വ്യക്തിയാണ് പത്തനാപുരം MLA KB ഗണേഷ് കുമാർ. നമുക്ക് രാഷ്ട്രീയമൊന്നുമില്ല, പറയാനുള്ള കാര്യം കൃത്യമായി പറയുക, അത്ര മാത്രമേ ഉള്ളൂ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചിൻ കോർപ്പറേഷനിൽ ശുദ്ധമായ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ടായപ്പോൾ KB ഗണേഷ് കുമാർ MLA നിയമസഭാ കമ്മിറ്റി അത് എങ്ങനെയാണ് പരിഹരിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ കൃത്യമായ രീതിയിൽ അതിന് പരിഹാരമുണ്ടാക്കി. അതാണ് KB ഗണേഷ് കുമാർ MLA. വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ട്രാൻസ്പോർട്ട് മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഇന്ന് നമുക്ക് ഇവിടെയും കാണാൻ കഴിയാത്ത ഒരു കാര്യമാണ് KSRTC മിനി ബസ്. അത് അദ്ദേഹം കൊണ്ടുവന്നാണ്. KSRTC ഹൈടെക് അദ്ദേഹം കൊണ്ടുവന്നാണ്. നല്ല കാര്യങ്ങൾ കൊണ്ടുവന്ന MLA ആണ്. പത്തനാപുരംകാർക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പരിഹരിക്കപ്പെടാൻ ഒരു MLA ഉണ്ട്. അത് നമുക്ക് ആ പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ നിവാസികളുടെ ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം MLA ആയി എന്ന് പത്തനാപുരത്ത് കയറിയിട്ടുണ്ടോ അന്ന് മുതൽ ഇന്ന് വരെ അദ്ദേഹം തന്നെയാണ് MLA. നമ്മുടെ നാട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളത് വിവേകത്തോടെ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്ന് നോക്കുക. അല്ലാതെ സോഷ്യൽ മീഡിയ വഴി ബഹളം വെച്ചിട്ടോ ഗവൺമെൻറ് ജീവനക്കാരെയോ പോലീസ് ഉദ്യോഗസ്ഥരെയോ തെറി പറഞ്ഞിട്ടോ നമുക്കൊന്നും ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ വിവേകത്തോടെ നല്ല രീതിയിൽ അത് നമ്മൾ കൈകാര്യം ചെയ്താൽ അതിനൊരു ശുഭപര്യവസാനം ഉണ്ടാകും. നമ്മുടെ നാട്ടിലുണ്ടാകുന്ന എല്ലാ വിഷയങ്ങളും നല്ല രീതിയിൽ പരിഹരിക്കപ്പെടാൻ കഴിയട്ടെ. ആൾക്കാർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ അല്പം ഒന്ന് ചിന്തിക്കുക. ഒരു കമൻറ്റ് ഇടുമ്പോൾ ആ കമൻറ്റ് എങ്ങനെയാണ് ഇടേണ്ടതെന്ന് ചിന്തിക്കുക.
വെറുതെ ഗവൺമെൻറ് സൈറ്റുകൾ, പോലീസ് സൈറ്റുകൾ കയറി അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാക്കുക. എല്ലാവർക്കും ശുഭദിനം.